ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാ മുത്തുമണീസിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് നമുക്ക് പോകാം അല്ലേ. അപ്പോൾ എന്തായാലും സൂര്യമോളും തുമ്പിയും തുമ്പയുമായിട്ട് ഞങ്ങൾ 4 പേരുമായിട്ട് ബസ്സിൽ യാത്ര തിരിച്ചിരിക്കുകയാണ് കേട്ടോ. ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. തലസ്ഥാനത്തെ ഓണക്കൂട്ടായ്മ കാണുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 10 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഷബാസ് അമൻ്റെ ഗസൽ കേൾക്കുവാനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഗസൽ മാത്രമല്ല കേട്ടോ, അവിടെ മെയിൻ സ്റ്റേജും അതുപോലെ മിനി സ്റ്റേജും ഉണ്ട്. ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എത്രയൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ സൂര്യ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് അടുത്ത ഓരോരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 മണി ടൈമാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അകത്തൊക്കെ ഒത്തിരി പേരൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ റോഡൊക്കെ ഭയങ്കര എന്താ പറയുക തിരക്കിലേക്ക് മാറും. ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകണമല്ലോ, അകത്തെ കാഴ്ചകൾ കാണണമല്ലോ. അപ്പോൾ എന്തായാലും മെയിൻ എൻട്രൻസ് എത്തിയിരിക്കുന്നു. നമ്മൾ എടുത്ത ടിക്കറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. എടുത്ത് ഒരു ടിക്കറ്റ് കയറി തന്നു. അപ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞു എന്തായാലും അകത്തേക്ക് വന്നു. എന്താ പറയേണ്ട, ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ കനോക്കുന്നിൻ്റെ പരിസരം കാണാനായിട്ട്. കുറച്ചുകൂടി സന്ധ്യയായപ്പോൾ എന്താ ലൈറ്റ് അറേഞ്ച്മെൻറ്റും എൻ്റെ പൊന്നു രക്ഷയില്ല. ഇവിടെ ഒരു മിനി സ്റ്റേജാണ് കേട്ടോ. മെയിൻ സ്റ്റേജും ഉണ്ട് മിനി സ്റ്റേജും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക ചെറിയ ഈ നാടൻ പാട്ടും കലാരൂപങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ചെയ്ത് എൻ്റെ പൊന്നോ കീടു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹാരിത ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ പിള്ളേരൊക്കെ കപ്പിൾസായിട്ടും ലവ് ചെയ്യുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ അവിടെ ഓരോ മരത്തിൻ്റെ മുട്ടിൽ ഓരോരുത്തർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സൂര്യ പറഞ്ഞ് കണ്ടുപഠിക്കുന്ന രീതിയിൽ എന്തായാലും അവരവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിള്ളേർക്ക് ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സൊക്കെ ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 10 ദിവസത്തെ ഓണ പ്രോഗ്രാമാണ്. മാനവീയ എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. മാനവീയത്തിൽ നിന്നും പുലിക്കളിയോട് കൂടിയിട്ടാണ് നിശാഗന്ധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ 2024 ഓണാഘോഷം ഇവിടെ അരങ്ങേറി 9ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഷബാസ് അമൻ്റെ ഗസൽ കേൾക്കുവാനാണ് കേട്ടോ. മെയിൻ ആൻഡ് മിനി സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മെയിൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയമാണ്. ആ കാണുന്നത് കനോക്കുന്ന് കൊട്ടാരത്തിൻ്റെ പരിസര ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്താ പറയുക ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഞാൻ കുറേ ഇവിടെ നടന്നു. ഇവിടെ നിങ്ങൾക്ക് ലൈവും ചെയ്തിട്ട് ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി പരിപാടികളാണ് ഇവിടെ ഓരോ സ്റ്റേജിൽ നടക്കുന്നത്. നാടൻ കലാരൂപം മുതൽ ഫ്യൂഷൻ ബാൻഡ് റാപ്പ് സോങ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഓരോ മരത്തിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. രാത്രി ആയപ്പോഴത്തേക്കും ഇത് ഫുള്ളും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. അത്രയും മനോഹാരിതയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു സ്പോൺസർ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഏഷ്യനെറ്റുകാരാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ ഒരു 18s ബാച്ചുള്ള അവർക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിൽ നാടൻ കലാരൂപങ്ങളും വഞ്ചിപ്പാട്ട്, നാടൻ പാട്ട്, അതുപോലത്തെ ഓരോ പരിപാടികളും പിന്നെ എന്താ പറയുക പെറ്റ് ഷോ ഉണ്ടായിരുന്നു, വാർത്താ അവതരണം, അങ്ങനത്തെയൊക്കെ. ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ നേരെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വന്ന് ഞാൻ അവിടെ നിന്ന് ലൈവൊക്കെ ചെയ്തു. അതിനുശേഷം അരകവ്യൂഹം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫ്യൂഷൻ ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാത്തിരുന്ന നമ്മുടെ ഷബാസ് അമൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ ഒരു രക്ഷയിലെ പാട്ടൊക്കെ നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്. എന്നാൽ എൻ്റെ കുറച്ച് ചങ്കുകൾക്കൊക്കെ എന്താ പറയേണ്ടത്, ചാന്തുപൊട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ആ പാട്ടും അതുപോലെ തന്നെ ആകാശമായവളെ, അതാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. ആകാശമായവളെ അകലെ പറന്നവളെ, കോപ്പറേറ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല. ആ പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്ന് വേറെ ലോകത്തിൽ കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് തിമിർത്തു. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയേറെ ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ ഗ്രൂപ്പിലുള്ള മീൻസ് നമ്മളെപ്പോലുള്ള പ്രായമായിട്ട് 40 വയസ്സ് കഴിഞ്ഞവർക്കും 30 വയസ്സ് കഴിഞ്ഞവർക്കും 20 വയസ്സ് കഴിഞ്ഞവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് ഒരു പുഷ്പം മാത്രമേ പൂങ്കൊലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ, എൻ്റെ പൊന്ന് ഒരു രക്ഷയിൽ ആ പാട്ട് പാടിയിട്ടാണ് ഈ പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നത്. അടിപൊളി പ്രോഗ്രാമായിരുന്നു. രാത്രിയായപ്പോൾ നല്ല തിരക്ക്. ഈ സമയം ഒരു 11 മണി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോ സന്തോഷം നമുക്ക് വേണ്ടിയിട്ട് എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷിന് തപ്പി നടക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ സമയത്ത് എന്താ പറയുക ബലൂണുകളും ഓരോരോ കാഴ്ചകൾ തന്നെ രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്നിങ്ങനെ ഈ തിരക്കൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കാൻ എനിക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ തിരക്കുകൾ ഇപ്പോൾ നിൽക്കുക, എന്താ പറയുക ആഘോഷങ്ങൾ. നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ ആഘോഷം കാണാൻ പോകുമ്പോൾ ആഘോഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുക അല്ലേ, കടല അതൊക്കെ വാങ്ങി കഴിക്കുക.
വായിക്കുക, കുറച്ചുകൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുക, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുന്നുണ്ടായിരുന്നേ, നല്ല രസമായിരുന്നു. ഈ സമയം എൻ്റെ രമേശ് ചേട്ടനെയും ആര്യമോളെ ഞാൻ മിസ് ചെയ്തു. എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ദിവസം. എന്തായാലും ഈ ഒരു ഓണക്കാലം 2024 ഓണം എനിക്ക് അത്ര ഹാപ്പി അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ചും ഷബാസ് അമ്മൻ്റെ ഗസൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി വൈബ്, വേറെ ലെവലായിരുന്നു. എന്തായാലും ഇത്രയും സമയം നിങ്ങൾ എൻ്റെ കുഞ്ഞു വ്ളോഗ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.